തുടർച്ചയായ രണ്ടാം മത്സരത്തിലൂടെ വിജയക്കൊടി പാറിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മുന്നേറുന്നു. ഞാൻ ചന്തു സുനിൽ. വെൽക്കം ടു ഐസൽ കോർണർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ FC മത്സരത്തിന്റെ പ്രിവ്യൂവിനെ കുറിച്ചാണ്. സോ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഒട്ടും താമസിയാതെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കടക്കാം. നമ്മുടെ സ്വന്തം ടീം എന്തായാലും പുത്തൻ പ്രതീക്ഷകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ നമ്മൾ പൂനെയോട് ഡ്രോ പിടിച്ചെങ്കിൽ രണ്ടാം മത്സരത്തിൽ നമ്മൾ ഡൽഹിയെ തറപ്പറ്റിച്ചു. ഇപ്പോഴത്തെ മൂന്നാം മത്സരത്തിൽ മുംബൈ സിറ്റിയോട് 1-0 നമ്മൾ വിജയിച്ചു. ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് വേണ്ടി ഗോൾ നേടിയത് ഇയാൻ ഹ്യൂം ആണ്. ഗോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനോടകം തന്നെ ചർച്ചാ വിഷയമായി മാറിയ ഗോളാണ്. ബിക്കോസ് അത് റെഫറിയുടെ ഡിസിഷൻ എന്ന് പറഞ്ഞ പിഴവാണ്. പ്രഞ്ജൽ ബാനർജിയാണ് ഇപ്പോഴും നമ്മുടെ സ്പോട്ട്ലൈറ്റിലുള്ള റെഫറി. നമുക്കറിയാം ചെന്നൈയിൻ FCക്കെതിരെയുള്ള മത്സരത്തിൽ നമുക്ക് എതിരായി ജിങ്കനെതിരായ ഒരു പെനാൽറ്റി വിധിച്ച റെഫറിയാണ്. ഇന്നലെ മാർക്ക് സിഫിനോസിനെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിൽ തുടർന്ന് നമുക്കൊരു ഫ്രീ കിക്ക് അനുവദിച്ചിരുന്നു. ഫ്രീ കിക്ക് പെക്കുസൺ ക്വിക്കായിട്ട് എടുത്തു. ഹിയാൻ ഹ്യൂം ആണ് അത് ഫിനിഷ് ചെയ്തത്. പക്ഷെ പ്രശ്നം തുടങ്ങിയെന്ന് പറഞ്ഞാൽ പെക്കുസൺ ഷോട്ട് എടുത്തത് കുറച്ച് മുന്നോട്ട് വെച്ചാണ്, ആക്ച്വൽ പൊസിഷനിൽ നിന്നും കുറച്ച് മുന്നോട്ട് വെച്ചാണ് ആ ഷോട്ട് എടുത്തത്. അതുപോലെ തന്നെ ഇയാൻ ഹ്യൂം ഓഫ് സൈഡ് ആണെന്നൊരു റൂമർ ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ കണ്ട ശേഷം എനിക്ക് തോന്നി ആദ്യത്തെ ഓണെങ്കിൽ സമ്മതിച്ചു കൊടുക്കാമെന്നാണ്. എന്നാൽ രണ്ടാമത്തെ ഓഫ് സൈഡ് ആണെന്ന് വെച്ചാൽ അതൊരു മാർജിനൽ കോൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. ലൈൻസ്മാൻ എന്തായാലും അത് കണ്ണടച്ചു, നമ്മൾ ഗോൾ അടിച്ചു. സോ ആ ഗോളിനെ കുറിച്ച് എത്രയേ പറയാനുള്ളൂ. നമുക്ക് കളിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോമിനേറ്റ് ചെയ്തൊരു കളി തന്നെയാണ് നമുക്ക് പറയാം. ഫസ്റ്റ് ഹാഫിൽ, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ നമ്മൾ വളരെ ഡോമിനേറ്റിംഗ് ആയിട്ട് കളിച്ചു. 4-4-2 എന്ന ഒരു ശൈലിയാണ് നമ്മൾ ഇറങ്ങിയത്. മാർക്ക് സിഫിനിയോസ് ബെബറ്റോവിന് പകരവും അതുപോലെ സിയാം ഹങ്കലിന് പകരം മിലൻ സിംഗ് ആയിരുന്നു സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ. CK ഉൾപ്പെടെയുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ സിഫിനോസിലൂടെയാണ് അറ്റാക്കിംഗ് തുടങ്ങിയത്. കഴിഞ്ഞ മാച്ചിലെ പോലെ തന്നെ ഇയാൻ ഹ്യൂം വളരെ വർക്കിംഗ് റേറ്റോടെ കളിക്കുന്നത് നമ്മൾ കണ്ടു. നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് മാർക്ക് സിഫിനോസിനെ ഫൗൾ ചെയ്യുകയും ആ ഗോളിലേക്ക് പോവുകയും ചെയ്തത്. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഓൺ അറ്റാക്കിൽ തന്നെയായിരുന്നു. എന്നാൽ ഫസ്റ്റ് ഹാഫ് അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പോൾ തിയാഗോ സാന്റോസിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അതുപോലെ അത് നമ്മുടെ ഗോളി സുഭാഷിഷ് റോയ് ചൗധരി അതിമനോഹരമായി സേവ് ചെയ്ത് മാറ്റി. സെക്കൻഡ് ഹാഫിന്റെ തുടക്കം മുതൽ മുംബൈ അറിഞ്ഞു കളിക്കുമായിരുന്നു. അവർ ഉണർന്ന് കളിച്ചു. അവരുടെ എല്ലാ നീക്കങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് എമാനായിരുന്നു. അദ്ദേഹം ഒരു സമയത്ത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വരെ കുലുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് ഓഫ് സൈഡ് വിളിച്ചിരുന്നു. അതും വിവാദമായ ഒരു തീരുമാനമായി പിന്നീട് മാറി. എന്നാലും സെക്കൻഡ് ഹാഫിൽ ഒരുവിധം നന്നായി ഡോമിനേറ്റ് ചെയ്ത് മുംബൈ കളിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് അത്രത്തോളം നന്നായി പിടിച്ചിരുന്നു. നമ്മുടെ 11 പ്ലേയേഴ്സും ഒത്തനക്കൊത്തര കളിച്ചൊരു കളിയെന്ന് വേണമെങ്കിൽ ഇന്നത്തെ കളിയിൽ പറയാം. സെക്കൻഡ് ഹാഫിൽ നമുക്ക് CK ഇത് ബെഞ്ചിൽ നിർത്തിയിരുന്നു, മാർക്ക് സിഫിനോസിനെ റിപ്ലേസ് ചെയ്തുകൊണ്ട്. അതിനുശേഷം നിമാൻഡ ലാക്കിസ് പെരിസിക്, റീനോ ആൻഡയ്ക്ക് പകരം റീനോ ആൻഡയ്ക്ക് പരിക്കുപറ്റി പോവുകയാണ് ചെയ്തത്. സോ നിമാൻഡ ലാക്കിസ് പെരിസിക്ക് വന്നു. അറ്റ്ലാസ് നമ്മൾ മിലൻ സിംഗിന് പകരം സിയാം ഹങ്കലിനെയും കൊണ്ടുവന്നു. സോ ടീം എന്ന രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ നന്നായിട്ട് കളിച്ചു. ഒരുമിച്ച് ഡിഫൻസ്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ മാച്ചിൽ പറഞ്ഞു ഡൽഹിക്കെതിരെ പലപ്പോഴും പാളിപ്പോയൊരു ഡിഫൻസ് എന്ന് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ മാച്ചിൽ ഇന്നലത്തെ മാച്ചിൽ ഡിഫൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു. ഇത് നമ്മുടെ സെക്കൻഡ് എവേ മാച്ച് ആയിരുന്നു. ഇനി നമുക്കുള്ളതും ഒരു എവേ മാച്ചാണ്. സോ 2 എവേ മാച്ചുകളിൽ നിന്ന് 6 പോയിന്റ് നേടുക എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ വളരെ നല്ലൊരു ഗെയിം. കാണികളെ കുറിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് മറീന അറീന മുംബൈ അറീന ഫുട്ബോൾ സ്റ്റേഡിയം, അതായത് അന്തേരി ഫുട്ബോൾ സ്റ്റേഡിയം നമ്മൾ ഇന്നലെ മഞ്ഞക്കടലാക്കി മാറ്റിയിരുന്നു. വളരെ നല്ല ഗ്രൗണ്ട് സപ്പോർട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് എല്ലാ മത്സരത്തിലും കിട്ടുന്നത്. സോ എവേ മാച്ച് ആണെന്നുള്ളൊരു പ്രതീതി പോലും ഇല്ലായിരുന്നു ഇന്നലെ. ഗെയിമിനെ കുറിച്ച് അത്രേ ഉള്ളായിരുന്നു. നമ്മൾ വളരെ നല്ല ഡോമിനേറ്റിംഗ് ആയിട്ട് കളിച്ചു. എസ്പെഷ്യലി നമുക്ക് കുറച്ച് ലക്ക് ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. നമ്മുടെ ഷൈജോൺ പറഞ്ഞിട്ട് ഈ ടീമിന് തോൽപ്പിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ തോൽക്കാൻ സാധിക്കില്ല. അത്രത്തോളം ആരാധകരുടെ പ്രാർത്ഥന ഉണ്ടെന്ന് പറയാം. കാരണം പല ലക്കി എസ്കേപ്സ് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. ഓഫ് സൈഡ് ഗോൾ ആയാലും അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു ഷോട്ട്, ലിയോ കോസ്റ്റ് തുടുത്തൊരു ഷോട്ട് പോസ്റ്റിൽ വെച്ച് പുറത്തേക്ക് പോയി. ഓൾ ടുഗദർ വെൽ ഡൺ ആയിട്ട് ടീം. നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. 2 ദിവസം മാത്രമാണ് നമുക്ക് സമയമുള്ളത് ജംഷഡ്പൂരിനെ നേരിടുമ്പോൾ. സോ ഇനി ആ മാച്ചിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് ലൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾ കീപ്പർ പൊസിഷൻ എന്തായാലും സുഭാഷിഷ് റോയ് ചൗധരി അദ്ദേഹം ഫിക്സ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പൊസിഷനായി മാറ്റിയിരിക്കുന്നു. ബാക്ക് ഫോറും സെയിം തന്നെയായിരിക്കും. ഇഫ് റിനോയുടെ ഫുള്ളി ഫിറ്റ്, റിനോയുടെ തന്നെ കളിക്കും. റിനോ, വെസ്റ്റ് ബ്രൗൺ, ജിങ്കൻ, ലാലു ഉൾത്താറ ഇവര് 4 നല്ല രീതിയിൽ കോർഡിനേറ്റഡ് ആയിട്ട് ഇപ്പോൾ കളിക്കുന്നുണ്ട്. മിഡ്ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാക്കി ജാൻഡും മിലൻ സിംഗും വിങ്ങുകളായിട്ടും കഴേജ് പെക്കുസൻ കിസിറ്റോ ആ സെൻട്രൽ റോളിൽ വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ കഴിഞ്ഞ മാച്ചിൽ തുടങ്ങിയതുപോലെ തന്നെ ഇയാൻ ഹ്യൂമിനെയും മാർക്ക് സിഫിനോസും ആയിരിക്കും ഫസ്റ്റ് 11 ഉൾപ്പെടുത്തുക. CK ഇപ്പോഴും ബെഞ്ചിലായിരിക്കും തുടങ്ങാൻ ചാൻസ്. ബിക്കോസ് അതൊരു ടീമിനൊരു ആഡഡ് അഡ്വാൻറ്റേജ് കൊടുക്കും. കാരണം ഒരു സൂപ്പർ സബിലേക്ക് നമുക്ക് വരാൻ സാധിക്കും ഇനി ഇതിലൂടെ. നമുക്ക് ജംഷഡ്പൂരിൽ കരുതിയിരിക്കേണ്ട ഒരു കാര്യം ജംഷഡ്പൂരിന്റെ ഡിഫൻസ് ആണ്. ബിക്കോസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻസ് ആണ്. സോ വളരെ അറ്റാക്കിംഗ് ആയിട്ടൊരു ബ്രാൻഡിൽ നമ്മൾ പോകണം. ബിക്കോസ് നമ്മൾ ഡിഫൻസിലേക്ക് ഇട്ടുന്നു കഴിഞ്ഞാൽ കൗണ്ടർ അറ്റാക്കിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ടീമാണ് ജംഷഡ്പൂർ. അവരത് ക്യാപിറ്റലൈസ് ചെയ്യും. അതുപോലെ തന്നെ ഹോം ഗ്രൗണ്ടിൽ കുറച്ചും കൂടെ അറ്റാക്കിംഗ് ബ്രാൻഡ് ഫുട്ബോളാണ് കോപ്പലാസിന്റെ ടീം കളിക്കുന്നത്. അതും നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. സോ ഒരിക്കലും നമ്മൾ പിന്നോട്ട് നിൽക്കാൻ പാടില്ല. മുന്നോട്ട് അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് കയറേണ്ടതുണ്ട്.
കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെന്റാലിറ്റി അത് തന്നെയായിരിക്കണം. ഈ മത്സരത്തിൽ വിജയിച്ച് 9 പോയിന്റ് നേടി. ഇപ്പോൾ നമുക്ക് 14 പോയിന്റാണ് ഉള്ളത് 10 കളിയിൽ നിന്ന്. അടുത്ത മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് 11 കളിയിൽ നിന്ന് 17 പോയിന്റ് നേടാൻ സാധിക്കും. നമുക്ക് ടോപ്പ് 4ലേക്ക് എൻട്രി ചെയ്യാൻ കിട്ടുന്ന ഒരു ഗോൾഡിന് അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. സോ ഇത്രയും പറഞ്ഞാണ് നമുക്ക് നമ്മുടെ ടീമിൽ നിന്ന് ജംഷഡ്പൂരിലേക്ക് പോകാം. ജംഷഡ്പൂർ FC നമുക്കറിയാം ഈ ടൂർണമെന്റ് തുടക്കത്തിൽ 2ാം മത്സരത്തിലാണ് നമ്മൾ ജംഷഡ്പൂരുമായിട്ട് കളിച്ചത്. അപ്പോൾ ഒരു ഡ്രോ ആയിരുന്നു, ഗോൾ ചെയ്ത സമയമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായത്. പക്ഷെ ആ ജംഷഡ്പൂർ അല്ല ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. സ്റ്റീവ് കോപ്പൽ നമ്മുടെ കോപ്പലാസിന്റെ കീഴിലാണ് ജംഷഡ്പൂർ ഇറങ്ങുന്നത്. അത് നമുക്കൊരു ആഡഡ് പ്രഷറാണ്. ബിക്കോസ് അതുകൊണ്ടാണ് ഈ മാച്ച് ഇത്ര ഇമ്പോർട്ടന്റ് ആവുന്നത്. കാരണം ജംഷഡ്പൂർ ഒരു പുതിയ ടീമാണ്. അവിടെ കോപ്പലാസൻ എത്തുകയും അതുപോലെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മെഹ്താബ് ഹുസൈൻ, ബെൽഫോർട്ട്, അതുപോലെ നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട അനസ് എടത്തൊടിക തുടങ്ങിയ ഒരുപാട് താരങ്ങളുണ്ട് ജംഷഡ്പൂരിൽ. അതുകൊണ്ട് അസിസ്റ്റന്റ് കോച്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയറാണ് ഇസ്താഖ് അഹമ്മദാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ടച്ചുള്ള ടീമാണ് ജംഷഡ്പൂർ FC. പിന്നെ നമുക്ക് ബെൽഫോർട്ടിനെ കുറിച്ചെല്ലാം അറിയാം. കേരള ബ്ലാസ്റ്റേഴ്സിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് സോഷ്യൽ മീഡിയയിൽ. സോ അതെല്ലാം മാറ്റി നിർത്താൻ നമുക്കിനി കളിയിലേക്ക് വരുമ്പോൾ ജംഷഡ്പൂരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ഡിഫൻസ് തന്നെയാണ്. ഉരുക്ക് കോട്ടയാണ് അവരുടെ ഡിഫൻസ്. ഇതുവരെ അവർ കൺസിഡർ ചെയ്തത് 6 ഗോളാണ്. പക്ഷേ എന്നാൽ സങ്കടകരമായ മറ്റൊരു ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്കോർ ചെയ്തത് വെറും 5 ഗോളുകളാണ്. അത് തന്നെയാണ് കോപ്പലാസിന് ഏറ്റവും വലിയ തലവേദന. ഗോളുകൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല ഫോർവേഡ്സിന്. എന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നിന്നായി 3 ഗോളുകൾ അവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. എന്നാലും വിജയിക്കാൻ സാധിച്ചില്ല. അവർ മുംബൈ സിറ്റിക്കെതിരെ 2-2 ഡ്രോ ആയിരുന്നു. കഴിഞ്ഞ മാച്ചിൽ അവർ ഗോവയ്ക്കെതിരെ 2-1 തോറ്റു. ആ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിലും റഫറീസിന്റെ കുറെ തീരുമാനങ്ങൾ അവർക്കെതിരെ പോയിരുന്ന മാച്ചായിരുന്നു അത്. ഒരു ക്ലിയർ ഓഫ് സൈഡ് ഗോൾ പോലും ഗോവയ്ക്ക് കൺസീഡ് ചെയ്യുന്ന അവസരം ഉണ്ടായിരുന്നു. ടീം എന്ന രീതിയിൽ ജംഷഡ്പൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രോങ് ഡിഫൻസ് ആണ്. ഏതൊരു ടീമിനും വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു ഡിഫൻസ് ആണ് അവർക്കുള്ളത്. ഡിഫൻസിൽ നിന്ന് കളി ബിൽഡ് ചെയ്യുക എന്ന കോപ്പലാസിന്റെ തന്ത്രം തന്നെയാണ് ജംഷഡ്പൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഗോൾ കീപ്പർ എന്ന് പറയുന്നത് സുബ്രതോ പോളാണ്. ഇന്ത്യൻ സ്പൈഡർമാൻ എന്നറിയപ്പെടുന്ന ഗോൾ കീപ്പർ. എക്സലന്റ് ഗോൾ കീപ്പറാണ് ഇതുവരെ സാധിച്ചത്. ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്ത ഗോൾ കീപ്പറാണ് ഈ ടൂർണമെന്റിൽ. ഇദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ ഗോൾ കീപ്പേഴ്സിൽ ലീഡിംഗ് ആയിട്ടുള്ളത്. ബാക്ക് ഫോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേതൃത്വം നൽകുന്ന ബാക്ക് ഫോറിൽ അനസ് എടത്തൊടിക, ആൻഡ്രേ ബിക്കെ, അതുപോലെ തന്നെ 2 സൗമിക് സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ശൈലിയോടെ പറയുന്ന പോലെ ഒരു സൗബിക് ഘോഷും സൗബിക് ചക്രവർത്തിയും. ഇവരടങ്ങുന്ന ഡിഫൻസ് എന്ന് പറയുന്നത് ഏത് ടീമിനും തുളച്ചു കയറാൻ വളരെ കഷ്ടപ്പെടേണ്ട ഡിഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ നാളെ ഹ്യൂമാറ്റിനും സിഫിനിയോസിനും ഒരുപാട് വിയർപ്പൊഴിക്കേണ്ടി വരും അവരെ പെനിട്രേറ്റ് ചെയ്ത് ഗോൾ അടിക്കണമെങ്കിൽ. ഡിഫൻസിനെ കുറിച്ച് പറയുമ്പോൾ ഡിഫൻസിന് പിന്തുണയായിട്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കുന്ന മെഹ്താബ് ഹുസൈനെ കുറിച്ച് എടുത്ത് പറയേണ്ടതാണ്. ബിക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു പ്ലെയർ മെഹ്താബ് ഹുസൈൻ ആയിരിക്കും. ബിക്കോസ് അദ്ദേഹത്തിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന രീതിയിൽ അദ്ദേഹം കളിക്കുന്ന ഒരു കളി പലപ്പോഴും മറ്റുള്ള പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്യുന്നതിലായാലും ബോൾ ഹോൾഡ് ചെയ്ത് ഫോർവേഡിലേക്ക് പാസ് കൊടുക്കുന്ന കാര്യത്തിലും മെഹ്താബ് ഒരു എക്സലന്റ് മജീഷ്യനാണ് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആണ് ഇന്ത്യൻ ടീമിലെ. മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ മറ്റും വളരെ കഴിവുള്ള മറ്റൊരു പ്ലെയർ എന്ന് പറയുന്നത് ട്രിനിഡാഡ് ഗോൺസാൽവസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഗോവയെ കളിച്ചു, പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് ചാൻസ് കിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം അദ്ദേഹം കോപ്പലാസിന്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയാം. മിക്ക മാച്ചുകളിലും സ്റ്റാർട്ടിങ്ങിലും ഉണ്ടായിരുന്ന പ്ലെയർ ആണ്. വളരെ നല്ല സ്കില്ലുള്ള പ്ലെയർ ആണ്. യങ് പ്ലെയർ ആണ് ബ്രസീലിൽ നിന്നുള്ള. അദ്ദേഹം വളരെ നല്ല കളിയാണ് ഇതുവരെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഗോൺസാൽവസിനോടും അത് കണക്ക് മെമ്മോ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ കളിച്ച മെമ്മോ ഈ പ്രാവശ്യം കളിക്കുന്ന ജംഷഡ്പൂരിലാണ്. സോ മെമ്മോ, മെഹ്താബ്, വികാസ് ജയറു, അതുപോലെ തന്നെ ഗോൺസാൽവസ് ഇവരടങ്ങുന്ന മിഡ്ഫീൽഡ് ഏതൊരു ടീമിനും തലവേദന സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മിഡ്ഫീൽഡാണ്. വളരെ നല്ല കളിയാണ്. കഴിഞ്ഞ 2 കളികളുമായി അവരുടെ മിഡ്ഫീൽഡിൽ നിന്നും ഉണ്ടാകുന്നത്. പല നീക്കങ്ങളും തുടങ്ങുന്നത് അവരുടെ മിഡ്ഫീൽഡിൽ നിന്ന് തന്നെയാണ്. ഫോർവേഡിൽ എത്തിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മറക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ഉണ്ട് അവരുടെ ഫോർവേഡിൽ, കെവിൻസ് ബെൽഫോർട്ട്. അതുപോലെ പുതിയതായിട്ട് അവരുടെ റിക്രൂട്ട്മെന്റ് അസൂക്ക, നൈജീരിയൻ പ്ലെയർ ആണ്. പിന്നെ 2 യങ് ഇന്ത്യൻ സ്ട്രൈക്കേഴ്സാണ്, ഫറൂഖ് ചൗധരിയും അതുപോലെ തന്നെ സിദ്ധാർത്ഥ് സിംഗും. ഇവരുടെ ഈ 4 പേരെയുമാണ് ഇതുവരെ ഫോർവേഡ് ലൈനിൽ ജംഷഡ്പൂർ പരീക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ അസൂക്കയാണ് മുംബൈ സിറ്റിക്കെതിരെ 2 ഗോൾ സ്കോർ ചെയ്യും. കഴിഞ്ഞ മാച്ചിൽ ട്രിനിഡാഡിലൂടെയാണ് അവർ ഗോൾ കണ്ടെത്തിയത്. സോ ഈ ഫോർവേഡ് ലൈൻ ഇതുവരെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കാരണം 5 ഗോളുകൾ മാത്രമാണ് കൺസിഡർ ചെയ്തത്. അത് തന്നെയാണ് കോപ്പലാസിന് ഏറ്റവും വലിയ വെല്ലുവിളി. ബെൽഫോർട്ടിനും കഴിഞ്ഞ പ്രാവശ്യം കളിച്ചൊരു കളി ഇതുവരെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അദ്ദേഹം എങ്ങനെ കളിക്കുമെന്ന് അറിയില്ല. കാരണം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മുടിഞ്ഞ ഫാനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പോൾ ജയിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു ബെൽഫോർട്ടിനെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ടീമിൽ സൗമിക് ഡ്യൂട്ടി എന്നൊരു പ്ലെയർ ഉണ്ട്. അദ്ദേഹം കോച്ചുമായിട്ടൊരു പ്രശ്നത്തെ തുടർന്ന് ഹോട്ടൽ മുറിയിൽ നിന്ന് പോയതിനു ശേഷം ടീമിലേക്ക് അധികം ചാൻസസ് കിട്ടിയില്ല. പക്ഷേ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മിഡ്ഫീൽഡാണ്. അത്ലറ്റിക് കൊൽക്കത്തിൽ നമ്മൾ കണ്ടുകൊള്ളാറ്. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ എന്തായാലും എനിക്കൊന്ന് ഡിസിപ്ലിനറി ആക്ഷൻ ആണോ അതോ അദ്ദേഹത്തിന് ഇഞ്ചുറി ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, അദ്ദേഹത്തെ ഇപ്പോൾ ടീമിൽ കാണാനില്ല. ഒരു യങ് ടീമിനെ വെച്ച് തന്നെയാണ്
കോപ്പലാസൻ മുന്നോട്ടിറങ്ങുന്നത്. അതായത് ഫോർവേഡ് ലൈൻ ഡിഫൻസ് വളരെ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും മിഡ്ഫീൽഡിന് ശേഷം നമ്മൾ ഫോർവേഡ് ലൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെൽഫോർട്ടും അസൂക്കയും മാത്രമാണ് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള. ബാക്കി രണ്ടും യങ് ആയിട്ടുള്ള 2 പ്ലേയേഴ്സ് ആണ്. പിന്നെ ഒരു ജെറി മാൻവാ ത്വാങ്, എന്തോ പ്രൊണൗൺസിങ് ക്ലിയർ അല്ല, പക്ഷെ ആ പ്ലെയറും വളരെ നല്ല കളിയാണ്. പക്ഷെ ഫിനിഷിങ്ങിൽ പലപ്പോഴും ലാപ്സ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അഡ്വാൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവരിപ്പോൾ പ്ലേസ് ചെയ്യപ്പെടുന്ന 8ാം സ്ഥാനത്താണ്. അവർ 10 പോയിന്റാണുള്ളത്. സോ അവർക്ക് മസ്റ്റ് വിൻ ആയിട്ടുള്ള മാച്ചാണ്, ഹോം മാച്ചാണ്. സോ ജംഷഡ്പൂരും വളരെ നല്ലൊരു കളി കളിക്കുന്നത് പ്രതീക്ഷിക്കാം. പിന്നെ കോപ്പലാസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, തന്ത്രങ്ങൾ മെനയുന്ന കാര്യത്തിൽ ചാണക്യനാണ് അദ്ദേഹം. കഴിഞ്ഞ വർഷം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇതേപോലെ ഹാഫ് സീസണിൽ പിറകോട്ട് നിന്ന ടീമിനെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. സോ അതേ കണക്കൊരു ടേണറുണ്ടാണ് ജംഷഡ്പൂർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് ഉണ്ടാവരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഡേവിഡ് ജെയിംസിന്റെ വരവിലൂടെ നമ്മളെ വീണ് കിട്ടിയ ഊർജ്ജത്തിൽ 3 വിജയിച്ചുകൊണ്ട് 3 എവേ മാച്ചുകളും വിജയിച്ചുകൊണ്ട് നാട്ടിലെത്തട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ കീ ബാറ്റിൽസ് എന്ന് പറയുമ്പോൾ തിരി വേഴ്സസ് ഹ്യൂം, അതുപോലെ തന്നെ ലാലു താര വേഴ്സസ് ബെൽഫോർട്ട്, അസൂക്ക വേഴ്സസ് സന്ദേശ് സിംഗൻ, അത് കണക്ക് മെഹ്താബ് വേഴ്സസ് കറേജ് പെക്കുസൺ. ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള കീ ബാറ്റിൽസ്. ഈ ബാറ്റിൽസ് എല്ലാം നമുക്ക് വിജയിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മുതലാക്കാൻ പറ്റണം. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മുതലാക്കിയാൽ മാത്രമേ ജംഷഡ്പൂർ പോലുള്ള ടീമിനെതിരെ നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കൂ. കാരണം അത്ര നല്ല ഡിഫൻസീവ് വോളുള്ള ടീമാണ്. സോ ആ ഡിഫൻസിനെ തുളച്ചു കയറാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കാൻ പാടില്ല. അങ്ങനെ നമുക്ക് മുന്നേറാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് 3-3 സ്കോർ ചെയ്തുകൊണ്ട് വരാം. നമുക്ക് OJKV എന്ന് വേണമെങ്കിൽ മാറ്റി പറയാം എന്ന് തോന്നുന്നു. സോ പോസിറ്റീവായിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. വളരെ നല്ല കളി കളിക്കട്ടെ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് കളിച്ചു കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാച്ച് ആയിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന് 3 പോയിന്റും കൊണ്ട് നേടി നമ്മുടെ ഗോവയെ നേരിടാൻ വേണ്ടി വരുമ്പോൾ 17 പോയിന്റിന്റെ ലീഡുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തട്ടെന്ന് പ്രതീക്ഷിക്കാം. സോ ഇത്രയാണ് നമ്മുടെ പ്രിവ്യൂവിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തന്ന റെസ്പോൺസിന് വളരെ സന്തോഷമുണ്ട്. 10K നമ്മൾ അടിച്ചിരിക്കുന്നു. സോ ഇത് നമ്മുടെ എല്ലാവരുടെയും എഫേർട്ടാണ്. സോ താങ്കിങ് ഓൾ ഓഫ് യു ഫോർ ദാറ്റ്. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവർ ഇനിയും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക, നിങ്ങൾക്ക് മാച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കുക. കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അത്ര ആക്റ്റീവ് ആകാൻ സാധിച്ചിട്ടില്ല, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് കമന്റ് ബോക്സിൽ. ഐ എം സൈനിങ് ഓഫ്.